അമേരിക്കയുടെ പാഴ്ചെലവുകൾ കുറയ്ക്കാൻ മലയാളി യുവാവ്. ട്രംപിന്റെ ഉപദേശക വേഷം അഴിച്ചുവെച്ച് മസ്ക് പടിയിറങ്ങുന്നതോടെ ആരാകും ഡോജിന്റെ തലപ്പത്ത് വരിക എന്ന ചോദ്യം പരക്കെ ഉയരുന്നുണ്ട്. ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയുടെ പേരാണ് കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഒരിക്കൽ രാജിവെച്ച് പോയ സ്ഥാനത്തേക്ക് തിരിച്ചുവരാൻ വിവേക് രാമസ്വാമി തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ മസ്ക് അവസാനിപ്പിച്ചെടുത്ത് പുതിയ അധ്യായം തുടങ്ങുന്നത് ഒരു മലയാളി ടച്ചുള്ള യുവാവാകും. ഡോജ് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചയാളായിരുന്നു വിവേക് രാമസ്വാമി. മേൽനോട്ടക്കാരൻ പടിയിറങ്ങിയെങ്കിലും ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് അഥവാ ഡോജ് സേവനം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാർ വകുപ്പുകളിലെ പാഴ്ചെലവുകൾ കുറയ്ക്കാൻ രൂപീകരിച്ച വകുപ്പായിരുന്നു ഡോജ്. അതിന്റെ തലവന്മാരെ ട്രംപ് ആദ്യം തിരഞ്ഞെടുത്തിരുന്നത് ടെസ്ല മേധാവി ഇലോൺ മസ്കിനെയും അമേരിക്കൻ സംരംഭകൻ കൂടിയായിരുന്ന വിവേക് രാമസ്വാമിയെയും ആയിരുന്നു. പക്ഷേ മസ്ക് ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ ഡോജിൽ നിന്നും രാജിവെച്ചിറങ്ങിയ വിവേക് പിന്നീട് ഒഹായോയിൽ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിച്ചു. മസ്കാണ് വിവേകിന്റെ രാജിക്ക് പിന്നിലെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, നേരിട്ടുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഡോജിൽ നിന്നും രാജിവെച്ചതെന്ന് വിവേക് രാമസ്വാമി പിന്നീടൊരിക്കൽ ഒരു അമേരിക്കൻ മാധ്യമത്തോട് പറഞ്ഞിരുന്നു. സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും അത് നടപ്പിലാക്കുവാനും മസ്കിനേക്കാൾ മികച്ച വ്യക്തിയില്ലെന്നും അദ്ദേഹം ഒന്ന് കൂട്ടിച്ചേർത്തു. ഡോജിനെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച നിർണായക പങ്കായിരിക്കാം മസ്കിന്റെ ഒഴിവിലേക്ക് വിവേക് രാമസ്വാമിയുടെ പേര് ഉയർന്നു വരാൻ കാരണം. 1985 ഓഗസ്റ്റ് 9 അമേരിക്കയിലെ ഒഹായോയിലാണ് വിവേകിന്റെ ജനനം. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ വിവേകും മത്സരരംഗത്തുണ്ടായിരുന്നു. പിന്നീട് ട്രംപിനായി വഴിമാറി. ജനിച്ചത് അമേരിക്കയിലാണെങ്കിലും വേരുകൾ ഇങ്ങ് കേരളത്തിലാണ്. അച്ഛൻ പാലക്കാട്ട് വടക്കാഞ്ചേരിയിലും അമ്മ എറണാകുളം തൃപ്പൂണിത്തുറയിലുമായിരുന്നു. പതിറ്റാണ്ടുകളായി US-ൽ ചിലവഴിച്ചിട്ടും അച്ഛൻ ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെന്ന് വിവേക് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിവേകിനെ കൂടാതെ മറ്റു ചിലരുടെ പേരുകളും ഉയരുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് ടോം ക്രൂസ്, ഇലോൺ മസ്കിന്റെ അടുപ്പക്കാരൻ, നിലവിൽ അമേരിക്കൻ ട്രഷറിയുടെ ഫിസിക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി. ഡോജിന്റെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്ററായ ആമി ഗ്ലീസനെ വകുപ്പിന് തലവനാക്കിയേക്കുമെന്ന അഭ്യൂഹവുമുണ്ട്. ട്രംപിന്റെ ഉന്നത ബജറ്റ് ഉദ്യോഗസ്ഥനും വിവാദമായ പ്രൊജക്ട് 2025 പിന്നിലെ പ്രമുഖനുമായ റസ്സൽ വോട്ടും സാധ്യതാ പട്ടികയിലുണ്ട്. മുൻ സ്പേസ് എക്സ് ഇന്റേൺ 23-കാരനായ ലൂക്ക് ഫാരിറ്റർ ഉടൻ തന്നെ ഡോജിന്റെ തലവനായേക്കുമെന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ട്രംപ് ആണ് പ്രസിഡന്റ്. ഡോജ് തുടരാം, തുടരാതിരിക്കാം. എന്താകും ഡോജിന്റെ ഭാവിയെന്നും ആരായിരിക്കും പുതിയ നാഥനെന്നും അമേരിക്കയുടെ പാഴ്ചെലവുകൾ കുറയ്ക്കുവാനുള്ള പുതിയ ദൗത്യം വിവേക് രാമസ്വാമിയെ ഏൽപ്പിക്കാൻ ട്രംപ് തയ്യാറാകുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം.